എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ജൂൺ മാസത്തിലേക്ക് കടക്കുമ്പോൾ ഗ്യാസ് നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി കർശനമാക്കും. പുതിയ വില പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ പുതിയ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ വിശദാംശങ്ങളിലേക്ക് കിടക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. രാജ്യത്ത് ഗ്യാസ് വിലയിൽ വർധനവ് വന്നു. പാചകവാതക വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ വർദ്ധിപ്പിച്ചു. വാണിജ്യ സിലിണ്ടറിന് തന്നെയാണ് ഇപ്രാവശ്യം വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 42 രൂപ മുതൽ 53 രൂപ 50 പൈസ വരെയാണ് വില കൂട്ടിയിട്ടുള്ളത്. 46 രൂപ വില വർദ്ധിച്ച് 3131 രൂപയാണ് തലസ്ഥാനത്ത് ഗ്യാസ് സിലിണ്ടറിന്റെ വില. അതേസമയം ഗാർഹിക സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ 1000 രൂപയോളമാണ് വർദ്ധിച്ചത്. ഇതോടെ ഹോട്ടലുകളിൽ ചായ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചിരുന്നു. തുറന്നങ്ങോട്ടും വില വർദ്ധിക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾക്കെല്ലാം ചില മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട് വരുത്തിയിട്ടുണ്ട്. വില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ നമുക്കെല്ലാം ഇപ്പോൾ ഈ ഒരു ഗ്യാസ് ലഭിക്കുന്നതിന് വലിയ താമസമാണുള്ളത്. നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവുമാണ് ഇപ്പോൾ ബുക്കിംഗ് ഇടവേളയുള്ളത്. നമുക്കൊരു ഗ്യാസ് സിലിണ്ടർ നിറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്യാസ് വീണ്ടും ബുക്ക് ചെയ്യുന്നതിന് 45 ദിവസം ഗ്രാമപ്രദേശങ്ങളിൽ എടുക്കണം. ഇനി നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 25 ദിവസവും കഴിയേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു നിബന്ധന ഇപ്പോഴും തുടരുകയാണ്. KYC ചെയ്യാത്തവർക്ക് ജൂൺ മാസം മുതൽ ഗ്യാസ് ഉണ്ടാകില്ല എന്നുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട്. എത്രത്തോളം കൃത്യമാണ് എന്നറിയില്ല. അപ്പോൾ അത് ചെയ്യാത്ത ആളുകൾ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് കഴിയുന്നതാണ്. അതാത് ഗ്യാസ് ഏജൻസിയുടെ സൈറ്റിൽ കയറിയിട്ടും സാധിക്കും. ഇനി അതല്ല, അതാത് ഗ്യാസ് ഏജൻസികളുടെ മൊബൈൽ ആപ്പിലൂടെയും സാധിക്കുന്നതാണ്. അതിനു പുറമെ ഗ്യാസ് ഏജൻസിയിൽ എത്തിയാലും ഈ KYC നടപടി പൂർത്തീകരിക്കാം. ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരാണ് KYC പൂർത്തീകരിക്കേണ്ടത്. ഇനി ആ ആൾ സ്ഥലത്തില്ല എങ്കിലോ കിടപ്പ് രോഗികളാണ് എങ്കിലോ ആ കാർഡിലെ അവർ ഉൾപ്പെട്ട റേഷൻ കാർഡിലെ മറ്റൊരു അംഗത്തിന്റെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റുകയും അവർ KYC പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്ന ആളുകൾ KYC ചെയ്യാത്തവർക്ക് കഴിഞ്ഞ മാസം മുതൽ തന്നെ ഗ്യാസ് സബ്സിഡി ലഭിക്കുന്നില്ല. അപ്പോൾ സബ്സിഡി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു KYC നടപടി അവരും ചെയ്യണം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, പൈപ്പ് ലൈനിലൂടെ PNG ലഭിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം LPG കണക്ഷൻ ഉള്ളവർ അതിലേക്ക് മാറുകയും LPG സിലിണ്ടർ തിരിച്ച് ഏൽപ്പിക്കുകയും വേണം എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ ഗ്യാസ് ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പും അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം നോട്ടീസ് ലഭിക്കുകയോ മെസ്സേജ് വരികയോ ചെയ്യും. അത് വന്നതിന് ശേഷവും 15 ദിവസത്തിനകം തിരിച്ചേൽപ്പിച്ചിട്ടില്ല എങ്കിൽ അത് റദ്ദാക്കുകയും പിന്നീട് ഫൈൻ അടയ്ക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. 2 കണക്ഷൻ ഉള്ള ആളുകൾ റദ്ദാക്കുകയും LPG കണക്ഷൻ നമുക്ക് വീട്ടിലേക്ക് ലഭ്യമാണ് എങ്കിൽ അത് കണക്ഷൻ എടുത്ത് LPG കണക്ഷൻ റദ്ദാക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരേക്കും ബൈ.